ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു. സലീം മാഷെ, എന്താ തുടങ്ങാനായോ? തുടങ്ങിക്കോളൂ. ഓക്കെ, താങ്ക് യു. യെസ്, നമസ്കാരം. മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് നമ്മൾ 23.3 അധ്യായം അന്നത്തെ പുണ്യം എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും സംശയങ്ങൾ ക്ലാസ്സിന്റെ ഇടയിൽ തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറിച്ച് വെക്കുകയും അവസാന ഭാഗത്തിൽ ചോദിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. എന്തെങ്കിലും അത്ര പ്രധാനമെന്ന് തോന്നുന്ന ആ സമയത്ത് തന്നെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇടയ്ക്ക് കയറിയിട്ട് മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. സോ ഒരിക്കൽ കൂടി പറയുന്നു, അന്നത്തെ പുണ്യം എന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യർ തയ്യാറാക്കിയിട്ടുള്ള കവിതാഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോ പാഠഭാഗം നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു ചെറിയ ഷെയർ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ പറയാവുന്നതാണ്. സ്ക്രീൻ വ്യക്തമല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അന്നത്തെ പുണ്യം. ചിത്രമൊക്കെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൃഷ്ണന്റെ കഥകൾ അല്ലെങ്കിൽ കൃഷ്ണന്റെ ഗാഥകൾ ചർച്ച ചെയ്യുന്ന ഒരു കവിതാ ഭാഗമാണ് ഇവിടെ ഉള്ളൂർ നമുക്ക് വേണ്ടിയിട്ട് അന്നത്തെ പുണ്യം എന്ന ശീർഷകത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മൾ രചയിതാവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആധുനിക കവിത്രയത്തിലെ ഒരാളാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മറ്റ് രണ്ടുപേരെയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്, മഹാകവി കുമാരനാശാനും വള്ളത്തോൾ നാരായണമേനോൻ. അപ്പോ ഉള്ളൂരിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കവിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ശബ്ദാഠ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഉമാകേരളം, കർണഭൂഷണം തുടങ്ങിയ വലിയ വലിയ കവിതകൾ രചിച്ച പോലെ തന്നെ വളരെ ചെറിയ, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാക്കേ കാക്കേ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, അത്തരത്തിലുള്ള പ്രാവേ പോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോലെ ചെറിയ കവിതകൾ രചിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന് പറയുന്നത്. ഉള്ളൂരിനെ കുറിച്ച് ജീവിതരേഖ എന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള ഭാഷയിലെ പ്രമുഖ കവി, 1877 ജൂൺ 6 ജനനം, ചങ്ങനാശ്ശേരിക്കടുത്ത് പെരുന്നയിലാണ് അദ്ദേഹത്തിന്റെ ജനനം നടക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് കവിതകൾ എടുത്ത് നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. മലയാള സാഹിത്യത്തില് ഒരു മലയാള പഠിതാവ് പോലും അദ്ദേഹത്തിന്റെ രചനകൾ അറിയാതെ പഠിക്കാതെ മുൻപോട്ട് പോവുകയില്ല എന്ന് തന്നെ പറയാം. അത്രത്തോളം പ്രശസ്തനായിട്ടുള്ള രചയിതാവാണ്. മലയാള സാഹിത്യത്തിൽ ഒരുപാട് മലയാളത്തിൽ നല്ല നല്ല കവിതകൾ രചിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. മലയാളത്തിലെ കാൽപ്പനിക പ്രസ്ഥാനത്ത് തന്നെ തുടക്കം കുറിച്ചതിൽ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഉള്ളൂർ എസ് പരമേശ്വരി എന്ന് പറയുന്ന വ്യക്തി. നേരത്തെ സൂചിപ്പിച്ച പോലെ ശബ്ദാഢ്യൻ എന്ന പേരിൽ അദ്ദേഹത്തിന് ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു പേരായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. നിരവധി രചനകൾ, ഉമാകേരളം, അതുപോലെ തന്നെ കർണഭൂഷണം, പിങ്കള, ഇങ്ങനെ തുടങ്ങിയ നിരവധി കവിതകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നമ്മൾക്ക് ഇന്ന് പഠിക്കുവാനായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അന്നത്തെ പുണ്യം എന്ന് പറയുന്ന കവിതയാണ്. കവിതാഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃഷ്ണൻ പുരാണ കഥകളിലെ വിഷ്ണുവിന്റെ അവതാരമായി ജന്മം കൊണ്ട കൃഷ്ണനെ അല്ലെങ്കിൽ കൃഷ്ണന്റെ കുട്ടിക്കാലം മുതൽക്കുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് കവിതാഭാഗത്ത് നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. ആദ്യ ഭാഗങ്ങളിൽ ഹരിത ഭംഗിയെ പറ്റി തുടങ്ങിയിട്ട് പിന്നീട് അങ്ങോട്ട് കൃഷ്ണന്റെ കുട്ടിക്കാലം മുതൽക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം നടന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ കഥകളിൽ നിഴലിക്കുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ കഥാഭാഗങ്ങളായിട്ട് നമ്മളുടെ വരികളിൽ അദ്ദേഹം ഉള്ളൂർ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വരികളിലേക്ക് കടക്കാം. അന്നത്തെ പുണ്യം. ആദ്യ ഭാഗം ഹരിതഭംഗി വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വരികളാണ്. വരികളിലേക്ക് കടക്കാം. കാളിന്തിയാറ്റിൻ കരയിൽ കണ്ണിന് അമൃതധാരയായി പരപ്പിലുണ്ടൊരാരോമൽ പച്ചപ്പുൽ തകിടിപ്പുറം.
കാളിന്തിയുടെ ആറ്റ് അല്ലെ, കാളിന്തി എന്ന് പറയുന്ന ആറ്റിൻകരയിൽ, കാളിന്തി നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും പുണ്യമായിട്ടുള്ള നദി എന്നറിയപ്പെടുന്ന കാളിന്തി നദി, നമ്മുടെ പുതിയ പേര് യമുനയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നദികളിൽ പേര് കേട്ട പ്രശസ്തി ആർജിച്ച യമുന നദിയുടെ പഴയ പേര് കാളിന്തി. ആ കാളിന്തിയുടെ ആറ്റിൻകരയിൽ കണ്ണിന് അമൃതധാരയായി, കണ്ണിന് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച നൽകുന്ന ഒരു പരപ്പില് ഒരു ഓമലായിട്ടുള്ള പച്ചപ്പുൽ തകിടിപ്പുറമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. കാളിന്തി ആറ്റിൻകരയിലാണ് ആ ഒരു ഈ പറഞ്ഞ കണ്ണിന് അമൃതധാരയായി നിൽക്കുന്ന ആ ഒരു പച്ച പുൽത്തകിടിപ്പുറം. അനന്ത മഹിമാവേന്തുമാ വൃന്ദാവന ഭൂമിയിൽ മാടുമേച്ചു കളിച്ചാൻ പോൽ മായാ മനുഷ്യനൻ പുരാൻ. അനന്ത മഹിമാവേന്തുമ, നേരത്തെ നമ്മൾ കൃഷ്ണന്റെ കുട്ടിക്കാലം സൂചിച്ചപ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടിക്കാലത്ത് അദ്ദേഹം കാലിമേച്ച് അല്ലെങ്കിൽ മാടുമേച്ച് നടന്നു എന്നുള്ളത്. കണ്ണന്റെ ജനനവും മറ്റും ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണന്റെ കുട്ടിക്കാലം അമ്പാടിയിലായിരിക്കുന്ന സമയം അനവധി കളികളാലും കുസൃതികളാലും സമ്പന്നമായിട്ടുള്ള കുട്ടിക്കാലാണ്. ആ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ അമ്പാടിയിലെ പല ആളുകൾക്കും പ്രധാനമായും ജോലിയായിട്ടുള്ളത് പശുക്കളെ, മാടുകളെ മേയ്ക്കുകയും അവയുടെ പാലും വെണ്ണയും മറ്റും വിറ്റ് ജീവിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം കുട്ടിക്കാലത്ത് ഒരു മാട് മേയിച്ച് നടന്ന് കളിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് പലപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏതാ പറയുന്നു, അനന്തമഹിമാവേന്തുമാ വൃന്ദാവന ഭൂമിയിൽ, വൃന്ദാവന ഭൂമി മഹിമയാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത്, വൃന്ദാവനം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഏറ്റവും മഹിമപ്പെടാൻ കാരണമുള്ളത് ഈ പറഞ്ഞ കൃഷ്ണന്റെ ആ ഒരു സാന്നിധ്യമാണ്. കൃഷ്ണൻ കാലിമേച്ച് നടന്ന പ്രശസ്തമായ ആ സ്ഥലമാണ്. വൃന്ദാവന ഭൂമിയിൽ മാടുമേച്ച് കളിച്ചാൻ പോൽ മായാ മനുഷ്യനൻ പുരാൻ. മായാ മനുഷ്യൻ, കണ്ണൻ അല്ലെങ്കിൽ കൃഷ്ണൻ മനുഷ്യനാണോ അതോ മായാ മനുഷ്യൻ അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് ഉള്ളൊരു അത്തരത്തിലുള്ള ഒരു പ്രയോഗം അവിടെ നൽകിയിരിക്കുന്നത്, മായാ മനുഷ്യൻ. നമ്മളെല്ലാവരും അതിൽ പറഞ്ഞ പോലെ തന്നെ വിഷ്ണുവിന്റെ അവതാരമായിട്ട് ഇവിടെ കൃഷ്ണനെ പറയുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ മനുഷ്യനെന്ന് തോന്നിക്കുന്ന ഭഗവാനായാണ് ഇവിടെ ഉള്ളൂർ അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത്. മായാമനുഷ്യനാണ് എൻ്റെ തമ്പുരാൻ, തമ്പുരാൻ മീൻസ് ഭഗവാൻ, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ. അപ്പൊ ഈ ഭഗവാനാണ് ഈ കാളിന്തിയാറ്റിൻകരയിൽ ഈ വൃന്ദാവന ഭൂമിയിൽ മാടുമേച്ച് കളിക്കുന്നത്. ആ മാടുമേച്ച് കളിക്കുന്ന സമയം ഈ വൃന്ദാവന ഭൂമി ഇത്രയൊക്കെ പുണ്യമാവാൻ കാരണം, പ്രശസ്തമാവാൻ കാരണം ഈ പറഞ്ഞ കണ്ണൻ കൃഷ്ണൻ അതിനു മുൻപിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു, മാടുമേച്ച് നടന്നിരുന്നു എന്ന് വേണം പറയാൻ. അടുത്ത വരികളിലേക്ക്, കോടക്കാർ കൊമ്പുകുത്തുന്ന കോമള തിരുമേനിയിൽ മഴമിന്നൽ തൊഴും മട്ടിൽ മഞ്ഞപ്പട്ടാട ചാർത്തിയോൻ. ഈ വരികളിൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മനോഹരമായിട്ടുള്ള ശരീരത്തെയും അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തെയും കുറിച്ചാണ് പറയുന്നത്. കോടക്കാർ കൊമ്പുകുത്തുന്ന കോമള തിരുമേനി. നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണനെ പലപ്പോഴും സൂചിപ്പിക്കുന്നത് കാർവർണ്ണൻ അല്ലെ, കരിമുകിൽ വർണ്ണൻ, എങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഉദാഹരണം നീല നിറമുള്ള കാർവർണ്ണൻ എന്നൊക്കെ നമ്മൾ കണ്ണനെ കുറിച്ച് പറയാറുണ്ട്. കണ്ണന്റെ ചിത്രങ്ങളിലും അല്ലെങ്കിൽ കണ്ണനായിട്ട് വേഷം ധരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ നിറം വളരെയധികം പ്രശസ്തമാണ്. അപ്പൊ കോടക്കാർ കൊമ്പുകുത്തുന്ന, കോടക്കാർ എന്ന് പറഞ്ഞാൽ മഴമേഘം പോലും തോറ്റുപോകുന്ന ആ കോമളമായ തിരുമേനിയിൽ, മനോഹരമായ തിരുമേനിയിൽ അല്ലെ, മേനി ശരീരം എന്നാണ്, തിരുമേനിയിൽ. അവിടെ ഒരു നോക്കൂ, തിരുമേനി അല്ലെ, ഒരു എന്താ പറയാ ഭാഷാ പ്രയോഗമാണ് തിരു എന്നുള്ള ഒരു പ്രയോഗം. നമ്മൾ പലപ്പോഴും തിരുവസ്ത്രം, തിരുപാദം അല്ലെ, തിരുപാദം കുറച്ചും കൂടെ ഇതാക്കിയ തൃപ്പാദം എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കും. അത്തരത്തിൽ മനോഹരമായ ആ ഒരു ശരീരത്തിൽ മഴമിന്നൽ തൊഴും മട്ടിൽ മഞ്ഞപ്പട്ടാട ചാർത്തിയോൻ. കൃഷ്ണൻ അദ്ദേഹത്തിന്റെ വേഷത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആ നിറം മഞ്ഞയാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പട്ടുകൊണ്ടുള്ള വസ്ത്രം ചാർത്തി നിൽക്കുകയാണ് നമ്മുടെ കൃഷ്ണൻ അഥവാ കണ്ണൻ.
മഴമിന്നൽ തൊഴും മട്ടിൽ നീല നിറത്തോടുകൂടി മഞ്ഞപ്പട്ട് കൃഷ്ണ വസ്ത്രത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ചാർത്തി ഇങ്ങ് നിൽക്കുകയാണ് നമ്മുടെ കണ്ണൻ. അടുത്ത വരികളിലേക്ക്. അടുത്ത വരി എന്താണ്? മനോജ്ഞമാ മയിൽപീലി മകുടം വിട്ടു നീങ്ങവേ, മാൺപെഴും കവിൾ തട്ടി മണികുണ്ഡലമാടവേ. മനോജ്ഞമ മയിൽപീലി, കണ്ണന്റെ ഐഡന്റിഫിക്കേഷനിൽ അല്ലെങ്കിൽ കണ്ണനെ നമ്മൾ തിരിച്ചറിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണന്റെ തലയിൽ അദ്ദേഹം ചൂടുന്ന മയിൽപീലി. അദ്ദേഹത്തിന്റെ തലയിൽ നെറുകയിൽ എപ്പോഴും കാണും മനോഹരമായ മനോജ്ഞമായുള്ള ഒരു മയിൽപീലി. അത് മകുടം വിട്ട് നീങ്ങവേ. മകുടം എന്ന് പറഞ്ഞാൽ കിരീടം. നമുക്കെല്ലാവർക്കും അറിയാം കണ്ണന്റെ ജനനം, കണ്ണൻ അമ്പാടിയിൽ ജീവിച്ചത് രാജകുമാരനെ പോലെ രാജകുമാരന്റെ പദവിയിൽ ഈ പറഞ്ഞ മനോഹരമായ വസ്ത്രങ്ങളും കിരീടവും ഒക്കെ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുൻപോട്ട് പോകുന്നത്. അപ്പോ അമ്പാടിയിൽ എങ്ങനെ എത്തി എന്നൊക്കെയുള്ള കഥ നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്നുണ്ട്, അപ്പൊ ചർച്ച ചെയ്യും. അപ്പൊ ഇവിടെ അമ്പാടിയിൽ അദ്ദേഹം രാജകുമാരന് സമാനമായിട്ടുള്ള രാജകുമാരനെ പോലെ കിരീടമൊക്കെ ധരിച്ച് അദ്ദേഹം ഒരുപാട് കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോ ആ മയിൽപീലിയത മകുടം വിട്ട് നീങ്ങിപ്പോകുന്നു. അതായത് കിരീടത്തിന്റെ തൊട്ടുമുകളിലായിട്ട് നിൽക്കുന്ന ആ ഒരു മയിൽപീലിയത അവിടെ നിന്നും നീങ്ങിപ്പോകുന്നു. മാൺപെഴും കവിളിൽ തട്ടി മണികുണ്ഡലമാടവേ. മാൺപെഴും എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായത് എന്നർത്ഥം. വളരെ മനോഹരമായ, അല്ലെ? കണ്ണൻ എപ്പോഴും നല്ല മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ആ ഒരു ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ആ ഒരു കൃഷ്ണന്റെ ആ ഒരു കുട്ടിത്വം അല്ലെങ്കിൽ ആ ഒരു ലാളിത്യം വളരെയധികം എടുത്തു പറയേണ്ടതാണ്. ആ കവിളിൽ തട്ടി അദ്ദേഹത്തിന്റെ കാതുകളിൽ ധരിക്കുന്ന മണികുണ്ഡലം ഇങ്ങനെ ആടിക്കളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാതുകളിൽ മണികുണ്ഡലം എന്ന് പറഞ്ഞാൽ കുണ്ഡലം കാതിലണിയുന്ന ആഭരണമാണ്. രത്നമൊക്കെ പതിച്ച ആ ഒരു കാതിലിടുന്ന ആഭരണം ഇങ്ങനെ ആടിക്കളിക്കുന്നതായിട്ട് കവി ഇവിടെ പറയുന്നു. കുഞ്ഞിളം കാറ്റിൽ അങ്ങിങ്ങു കുനുകൂന്തൽ പറക്കവേ, ഗോപിക്കുറി വിയർപ്പുറ്റ കുളിർനെറ്റിയിൽ മായവേ. നല്ല ഇളം കാറ്റല്ലേ, കുഞ്ഞിളം കാറ്റാണ്. ഇളം കാറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ കാറ്റ് എന്നേ ഉള്ളൂ. പക്ഷെ കവിയുടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം എന്ന് പറയുന്നത് കുഞ്ഞിളം കാറ്റ്. ഇളങ്കാറ്റിൽ തന്നെ വീണ്ടും അതിനെ എന്ത് ചെയ്തിരിക്കുന്നു? കുഞ്ഞ് എന്നുള്ള ഒരു പദത്തോട് വിശേഷണം നൽകിയിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പൊ കുഞ്ഞിളം കാറ്റിൽ അങ്ങിങ്ങ് കുനുകൂന്തൽ, ഇവിടെ വീണ്ടും പറയുന്നു കൂന്തൽ എന്ന് പറഞ്ഞാൽ മുടി എന്നാണ് അർത്ഥം. അപ്പൊ ആ മുടി എന്ത് ചെയ്യുന്നു? വീണ്ടും കുറച്ചും കൂടെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുനുകൂന്തൽ എന്ന് പറയുന്ന പ്രയോഗം ഇവിടെ എടുത്തു കാണിക്കുന്നു. ലോലമായത്, ചെറിയത്, അല്ലെ? അപ്പൊ ചെറിയ കുറുനിര എന്നൊക്കെ പറയുന്നത് കുനുനിര എന്നൊക്കെ പറയുന്ന പോലെ കുനുകൂന്തൽ പറക്കവേ, ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം ഗോപിക്കുറി വിയർപ്പുറ്റ കുളിർനെറ്റിയിൽ മായവേ. നമ്മുടെ കണ്ണന്റെ ഗോപിക്കുറി, തന്റെ മുഖത്ത് നെറ്റിയിലായിട്ട് അദ്ദേഹം അണിയുന്ന, അല്ലെ, നീളത്തിലുള്ള മുകളിലോട്ടിടുന്ന ഗോപി കുറി അദ്ദേഹം ധരിക്കാറുണ്ട് അല്ലെങ്കിൽ അണിയാറുണ്ട്. ആ ഗോപിക്കുറി തന്റെ വിയർപ്പാൽ എന്ത് ചെയ്യുന്നു? മായുന്ന ആ ഒരു സന്ദർഭം അവിടുത്തെ പറയുന്നു. കണ്ണൻ ധാരാളം കുസൃതികളുള്ള വ്യക്തിയാണ്. ധാരാളം അമ്പാടിയിലെ എല്ലാവരുടെയും ഓമനയായിട്ട് വളർന്ന കണ്ണനാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് കുസൃതികൾ നമുക്ക് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഗോപികമാരുടെ അടുത്ത് പോയി അവിടെ കുസൃതി കാണിക്കുന്നതും, ഉരലിൽ കെട്ടിയിട്ട് ഉരലും കൊണ്ട് നടന്നതും, ഗോപികമാർ കുളിക്കുന്ന സമയം വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഓടി മറഞ്ഞതും, ഓരോരോ വീട്ടിലേക്ക് കയറി ചെന്ന് അവിടുത്തെ വെണ്ണ കട്ടുകുടിച്ചതും ഒക്കെ നമുക്ക് കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുസൃതിയിൽ ഒളിപ്പിച്ചു നിൽക്കുന്ന കുട്ടിയുടെ എല്ലാ കുറുമ്പത്തരവും ഇവിടെ കാണുന്നുണ്ട്. അതിനൊപ്പം തന്നെ അതിന്റെ വിയർപ്പ് പറ്റിക്കൊണ്ട് തന്റെ ഗോപിക്കുറി മായുന്നതായിട്ട് എഴുത്തുകാരൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത ഭാഗം, അടുത്ത വരിയിലേക്ക് നോക്കാം. കനിവാറ്റിൻ തിരക്കോളിൽ കടക്കൻ കോൺ കളിക്കവേ, തൂവൻ ചെറുചിരിപ്പൈമ്പാൽ സുന്ദരാസിയന്തു തൂകവേ. കനിവാറ്റിൻ തിരക്കോണിൽ, അവിടെ ഉദ്ദേശിക്കുന്നത് ആറ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നദികളിലെ തിരയിളക്കം പോലെ തൻ്റെ കടക്കോൺ, അതായത് കൃഷ്ണന്റെ കണ്ണുകൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു, ചലിക്കുന്നു. തൂവൻ ചെറു ചിരിപ്പയുമ്പാൽ സുന്ദരാസിയന്തു തൂകവേ.
ഈ വരികളിൽ കൃഷ്ണന്റെ മനോഹരമായിട്ടുള്ള കണ്ണുകളെ കുറിച്ച് നമ്മൾ താമരക്കണ്ണൻ എന്നൊക്കെ കണ്ണനെ വിശേഷിപ്പിക്കാറുണ്ട്. ആ കണ്ണുകളിൽ തിരയുള്ള അല്ലെങ്കിൽ കനിവുള്ള ആ ഒരു കണ്ണുകളിൽ തിരയിളക്കം, ആറിന്റെ തിരയിളക്കത്തോട് ഉപമിക്കുകയാണ് കവി. അതോടൊപ്പം തന്നെ ആ ഒരു ചെറുചിരി, ആ ഒരു മനോഹരമായ ആ ചെറുപുഞ്ചിരി ഇവിടെ ഉപമിക്കുന്നത് ചന്ദ്രനുമായാണ്. സുന്ദരാസ്യേന്തു തൂകവേ, നമ്മൾ പറഞ്ഞ ആ ചെറുചിരിയെ സുന്ദരമുള്ള ചന്ദ്രന്റെ പ്രകാശത്തോട് ഉപമിക്കുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. അപ്പോ ആറിലെ തിരയിളക്കം പോലെയുള്ള കണ്ണുകളും മനോഹരമായ ചന്ദ്രന്റെ പ്രകാശമുളവാക്കുന്ന ആ ഒരു മനോഹരമായ മുഖവും അവിടെ എടുത്തു കാണിക്കുന്നു. ഓടക്കുഴലണച്ചാൻ പോലോമൽത്തൻ ചോരി വായ്ക്കുമേൽ ഊതിനാൻ പോലാടിനാൻ പോലോങ്കാരപ്പൊരുളൻ തുരാൻ. ഓടക്കുഴലണച്ചാൻ പോലോമൽത്തൻ, ഓമൽത്തേൻ ചോരി വായ്ക്കുമേൽ ഊതിനാൻ പോലാടിനാൻ പോലോങ്കാലപ്പൊരുളൻ തമ്പുരാൻ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കൃഷ്ണന്റെ ചിത്രങ്ങളിലുടനീളം നമ്മുടെ പാഠഭാഗത്ത് നൽകിയിരിക്കുന്നതിൽ പോലും കൃഷ്ണന്റെ ചിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ കാണാം. ആ ഒരു വേഷം, കിരീടം, മയിൽപ്പീലി, മഞ്ഞ വസ്ത്രം, അതുപോലെ പശു, ഇവയെല്ലാം നമ്മൾ എപ്പോഴും എടുത്തു കാണുന്നതാണ്. അതോടൊപ്പം നമുക്ക് എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഓടക്കുഴൽ. ഓടക്കുഴൽ നാദം, ഓടക്കുഴലുമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ കാലികളെ മേച്ച് നടക്കുന്ന സമയത്ത് കണ്ണൻ കാലികളെ മേച്ച് നടക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം സമയം കളയുന്നതിന് വേണ്ടിയിട്ടും കൂട്ടുകാർക്കൊപ്പവും ആനന്ദത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം ഉപയോഗിക്കുന്ന ഒന്നാണ് ഓടക്കുഴൽ. ആ ഓടക്കുഴലിനെ അണച്ചു എവിടേക്ക്? തൻ്റെ ചുണ്ടുകൾ, തൻ്റെ ഓമരത്തമുള്ള മനോഹരമായ ചുവന്ന ചുണ്ടിനുമേൽ ചാരി വെച്ച് ഊതിനാൻ. അദ്ദേഹം ആനന്ദപൂർവം മറ്റുള്ളവരെ സന്തോഷപ്പെടുത്താൻ, തനിക്ക് സന്തോഷം പകരാൻ തൻ്റെ പ്രകൃതിയുടെ ആ മനോഹാരിത തൻ്റെ കൈകളിലുള്ള ഓടക്കുഴലിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ്. ആ ഓടക്കുഴൽ അദ്ദേഹം വായിക്കുന്നു. ഊതിനാൻ പോലാടിനാൻ, ഊതുകയും ചെയ്തു. ആ ശബ്ദത്തിനൊപ്പം അദ്ദേഹം ആടിനാൻ, അല്ലെ, ആടുകയും ചെയ്തു, നൃത്തം ചെയ്തു. ഊതുകയാണ്, അതോടൊപ്പം ആടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടെ ഒരു ഉപമ നൽകിയിരിക്കുന്നു, നോക്കൂ. ഊതി അതുപോലെ തന്നെ ആടി. ആര്? ഓങ്കാരപ്പൊരുൾ. പോലോങ്കാരാണ്, പക്ഷെ അവിടെ വരുന്നത് ഓങ്കാരപ്പൊരുളൻ പുരാൻ. ഓങ്കാരം, ഓം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹിന്ദുസത്തിൽ ഓം എന്ന് പറയുന്ന പദത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓം എന്ന് പറയുന്ന ആ മന്ത്രത്തിൽ എപ്പോഴും പറയുന്ന ഒന്നുണ്ട്, ഓംകാരപ്പൊരുൾ. ഓങ്കാരപ്പൊരുൾ എന്ന പദത്തിന് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നാണ് അർത്ഥം. അതായത് ബ്രഹ്മാവിനും അതുപോലെ തന്നെ വിഷ്ണുവും അല്ലെങ്കിൽ മഹേശ്വരൻ അഥവാ ശിവനും ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു പ്രതിരൂപം, ആ രൂപത്തിലിരിക്കുന്ന എൻ്റെ തമ്പുരാൻ, ഓങ്കാരപ്പൊരുളൻ തോന്നിക്കുന്ന എൻ്റെ തമ്പുരാൻ, എൻ്റെ ഭഗവാൻ എന്നാണ് അവിടെ കവി എടുത്ത് പറയുന്നത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അതിനു മുൻപായി ആർക്കെങ്കിലും ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പകുതി അല്ലെങ്കിൽ പേജ് നമ്പർ 125 നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. 125 ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് കടക്കാം. എല്ലാവരും സംശയമുള്ള ഭാഗമാണെങ്കിൽ ചോദിക്കാം. ആദ്യത്തെ ഭാഗത്തിൽ കാളിന്തിയുടെ അവിടെ മുതൽ നമ്മൾ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ ആ കുട്ടിക്കാലം ധന്യമാക്കിയ വൃന്ദാവന ഭാഗത്തെ കുറിച്ച് എടുത്തു കാണിക്കുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശരീരഭംഗി, അദ്ദേഹത്തിന്റെ മുഖഭംഗി, അദ്ദേഹത്തിന്റെ കാർക്കൂന്തൽ, കയ്യിലുള്ള ഓടക്കുഴൽ, തൻ്റെ കിരീടത്തിന് മുകളിൽ ധരിക്കുന്ന മയിൽപ്പീലി തുടങ്ങിയവയൊക്കെ വരികളിൽ വളരെ വ്യക്തമായി കാണിക്കുന്നു. അതോടൊപ്പം തന്നെ പല ഉപമകളും ഈ ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നമ്മുടെ ഉള്ളൂർ എസ് പരമേശ്വരൻ. ഏതെങ്കിലും രീതിയിൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഭാഗത്തിൽ തീർക്കാം. അതല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പേജിലേക്ക് 126 പേജിലേക്ക് കടക്കാം. ആരും കാണുന്നില്ലല്ലോ. ഓക്കെയാണ് സർ. ഓക്കെ, സന്തോഷം.
ഇനി എന്തായാലും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്കിൽ പകുതിയിൽ വേണ്ട, നമുക്ക് ലാസ്റ്റിലേക്ക് കുറച്ച് അധികം കാര്യങ്ങൾ അവിടെ പറയുന്നതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റിലേക്ക് വെക്കാം. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ഭാഗം പേജ് നമ്പർ 126 126 ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. 126 ആദ്യ ഭാഗം. പാലാഴി വാഴ്വോനോ വത്സൻ പാലും പ്രാണവനു മൊത്തവൻ. പാലാഴി വാഴ്വോനോ വത്സൻ പാലും പ്രാണനുമൊത്തവൻ ഭാരതാംബ ഭവത്സന്യ പാനത്താൽ തൃപ്തനായി പോകും. പാലാഴി നമുക്ക് എല്ലാവർക്കും അറിയാം. പാലാഴി വാഴുന്നവൻ ആരാണ്? പാലാഴി വാഴുന്നവൻ നമുക്ക് എല്ലാവരും അറിയാം. പാലാഴി വാഴുന്നവൻ മഹാവിഷ്ണുവാണ്. നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളുടെ കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമാണ്, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ മറ്റൊരു രൂപമാണെന്ന് ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ ഹിന്ദു പുരാണങ്ങളിലൊക്കെ വ്യക്തമാണ്. അപ്പോ ഇവിടെ പാലാഴി വാഴുന്ന ആ അദ്ദേഹത്തിന്റെ വാത്സല്യത്തിനു പാത്രമായവൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. പാലാഴി വാഴ്വോനോ വത്സൻ, അതായത് പാലാഴിയിൽ വാഴുന്ന മഹാവിഷ്ണുവിന്റെ വാത്സല്യത്തിന് പാത്രമായവൻ, പാലും പ്രാണനുമൊത്തവൻ, അല്ലെ? അതായത് പാലും വെണ്ണയും ഈ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ് പാലും വെണ്ണയും ഒക്കെ. അത് പ്രാണനായിട്ട് അല്ലെങ്കിൽ പ്രാണനുമായിട്ട് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? കൃഷ്ണൻ തന്നെ. അടുത്ത വരി നോക്കുക. ഭാരതാംബ ഭവത്സന്യപാനത്താൽ തൃപ്തനായി പോയി. ആലോചിച്ച് നോക്കൂ, ഭാരതാംബ നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരതം എന്ന് പറയുന്നത് സ്ത്രീകളെ അതിരറ്റ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പൂജിക്കുകയും മാതൃതുല്യമായിട്ട് കാണുകയും എല്ലാത്തിനും നമ്മൾ ഉദാഹരണത്തിന് ഭാരതാംബ, അതുപോലെ തന്നെ പ്രകൃതി ദേവി, വനദേവത, കടലമ്മ, ഇങ്ങനത്തെ പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയും പുണ്യമായിട്ട് അല്ലെങ്കിൽ അത്രയും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ഇത് നൽകുന്നതാണ് ഭാരതഭൂമി. അപ്പൊ ഭാരതഭൂമിയെ, ഭാരതത്തിന്റെ അമ്മയെ, അല്ലെ, ആ ഭാരതഭൂമിയിൽ പിറന്നതാണ് അല്ലെങ്കിൽ ഭാരതാംബയുടെ സ്തന്യം അല്ലെ, മുലപ്പാൽ, ആ ഭാരതത്തിന്റെ അമ്മയുടെ അല്ലെങ്കിൽ ഭാരതാംബയുടെ മുലപ്പാൽ കഴിച്ച് തൃപ്തനായ കൃഷ്ണനെയാണ് ആ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഭാരതഭൂമിയിൽ പിറന്നതുകൊണ്ട് കവി എന്ത് ചെയ്യുന്നു? ആ കവിയുടെ സ്നേഹം, സന്തോഷം, അത്ഭുതം ആ വരികളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഭാരതാംബ ഭവത്സന്യപാനത്താൽ തൃപ്തനായി പോയി. അതായത് കൃഷ്ണൻ എന്ന് പറയുന്ന അപൂർവ ജന്മത്തെ, ഇത്രയും പുണ്യമായിട്ടുള്ള ആ ഒരു ജന്മത്തെ ഭാരതത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ഭാരതാമ്മയുടെ പുത്രനായി ഭാരതഭൂമിയിൽ പിറന്നതിൽ കവി അത്ഭുതപ്പെടുകയാണ്. ഭാരതമാതാവിന്റെ മുലപ്പാൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ജനിച്ച് ആ ഒരു തൃപ്തനായതാണ് ഇവിടെ കവി ഈ വരികളിൽ എടുത്തു കാണിക്കുന്നത്. അദ്ദേഹത്തെ പോലെ നമ്മൾ പറഞ്ഞ ഉള്ളൂരിനെ പോലെ നമ്മളെല്ലാവരും ഭാരതഭൂമിയിൽ ജനിച്ച പോലെ കൃഷ്ണൻ ഭാരതഭൂമിയിൽ ജനിച്ചത് നമ്മളും എന്ത് ചെയ്യുന്നു? അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു. അടുത്ത വരികളിൽ ഇനിയുള്ള വരികൾ ശ്രദ്ധിക്കുക. ഇനിയുള്ള വരികളിൽ ഓരോന്നും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വരികളിലൊക്കെ ഓരോരോ കൃഷ്ണന്റെ ജീവിതത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ജീവിതത്തിലുടനീളം വിസ്മയം തീർത്ത കൃഷ്ണന്റെ കഥകളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പലതും നമുക്കൊക്കെ പരിചയമുള്ള കഥകളായിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ കഥകളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ വരികളിലേക്ക് നമുക്ക് നോക്കാം. കൽത്തുറങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ. അതായത് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ ഭഗവാൻ കൃഷ്ണന്റെ ജീവിതത്തിന്റെ ആരംഭം, അതായത് ജനനവും മരണവും പോലും വിസ്മയങ്ങളാൽ സമ്പന്നമാണ്, അത്ഭുതങ്ങളാൽ സമ്പന്നമാണ്. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ആദ്യമായിട്ട് കവി എന്ത് ചെയ്യുന്നത്? എടുത്തു പറയുന്നത്. അപ്പോ അതിൽ പ്രത്യേകിച്ചും ഒന്ന് അദ്ദേഹത്തിന്റെ ജനനമാണ്. അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ചാണ് ആദ്യ ഭാഗത്തിൽ പറയുന്നത്. അതായത് കൽത്തുറങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ. നമ്മുടെ കൃഷ്ണന്റെ ജനനം വളരെ പ്രശസ്തമാണ്.
കൃഷ്ണന്റെ അമ്മാവൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പുരാണ കഥകളിൽ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കംസൻ. ഈ കംസൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ദിവസം ഒരു അശരീരി ലഭിക്കുകയാണ്. ദേവകിയുടെ 8ാമത്തെ പുത്രൻ തനിക്ക് അല്ലെങ്കിൽ കംസന് അന്തകനാകും എന്നുള്ള രൂപത്തിലുള്ള ഒരു അശരീരി കേൾക്കുകയാണ്. ഈ അശരീരി കേട്ടയുടനെ കംസൻ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ അവിടെ കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ അദ്ദേഹം തൻ്റെ സഹോദരിയാണെന്ന് നോക്കാതെ ദേവകിയും ഭർത്താവായ വസുദേവനെയും കൽത്തുറുങ്കിൽ അടയ്ക്കുകയാണ്. ഈ പറഞ്ഞ ദേവകിയുടെയും വസുദേവന്റെയും 8ാമത്തെ സന്തതിയാണ് തനിക്ക് മരണം കൊണ്ടുവരുന്നതെന്ന് എങ്ങനെയോ അല്ലെങ്കിൽ പറഞ്ഞ അശരീരി മൂലം മനസ്സിലാക്കിയ അദ്ദേഹം അവരെ കൽത്തുറുങ്കിൽ അടയ്ക്കുകയും 8ാമത്തെ പുത്രന് വേണ്ടി കാത്തിരിക്കാതെ ഈ പറഞ്ഞ ആദ്യം മുതൽ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വകവരുത്താനായിട്ട് തയ്യാറാവുകയും ചെയ്തു. കൃഷ്ണന്റെ ജനനം തന്നെ വളരെ പ്രശസ്തമാണെന്ന് ഞാൻ നേരത്തെ പറയാനുള്ള കാരണവും അത് തന്നെയാണ്. അങ്ങനെ 8ാമത്തെ കുഞ്ഞ് ജനിക്കുന്ന ദിവസവും വന്നെത്തി. ദേവകിയും ഭർത്താവ് വസുദേവരും കംസന്റെ ഭടന്മാരൊപ്പം കൽത്തുറുങ്കിലാണ് കിടക്കുന്നത്. ജനിച്ചാൽ ഉടനെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കംസൻ പോകുന്നു. തൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് അവർ വിചാരിക്കുന്നെങ്കിലും അവർക്കൊരിക്കലും ആ കൽത്തുറങ്കിനകത്തു നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ രാത്രിയിൽ കണ്ണന്റെ ജനനത്തിന്റെ ആ ഒരു സമയം ഘോരമായ മഴ പെയ്തെന്നും ആ മഴ പെയ്ത് വളരെയധികം ശക്തമായ ആ ഒരു മഴയിൽ ഈ പറഞ്ഞ കൽത്തുറങ്ങുകൾ താനെ തുറന്നെന്നുമൊക്കെയാണ് പുരാണത്തിൽ പറയുന്ന കഥ. കൽത്തുറങ്ങുകൾ താനെ തുറക്കുന്നു. അതോടൊപ്പം തന്നെ ഭടന്മാരെല്ലാം അമിതമായ രൂപത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. എല്ലാ രൂപത്തിലും എന്തോ അത്ഭുതം സംഭവിക്കുന്ന പോലെ കൃഷ്ണന്റെ ജനനം അവിടെ വ്യക്തമാകുന്നു. അങ്ങനെ ഒരു കുട്ടയിലായി കൃഷ്ണനെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു കുട്ടയില് അദ്ദേഹം എന്ത് ചെയ്യാണ്? വസുദേവർ തൻ്റെ മകനെയും എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് ഈ പറഞ്ഞ കണ്ണനെയും കൊണ്ട് പോവുകയാണ്. ആ കോരിച്ചൊരിയുന്ന മഴയിൽ കുട്ടിയുമായി പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ചിത്രങ്ങളിലെങ്കിലും ചിലപ്പോൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമുണ്ട്. കാളിയൻ എന്നൊരു സർപ്പം, 7 തലയുള്ള കാളിയൻ എന്നുള്ളൊരു സർപ്പമുണ്ട്. അപ്പൊ 7 തലയുള്ള ആ കാളിയൻ എന്ന് പറയുന്ന സർപ്പം ഒരു കുടയായി ഈ പറഞ്ഞ അമ്പാടി വരെ ഈ പറഞ്ഞ കണ്ണനും അല്ലെങ്കിൽ ഈ പറഞ്ഞ വസുദേവർക്കും എന്ത് ചെയ്തു? കൂട്ടായി പോയി എന്നൊരു കഥയുണ്ട്. അങ്ങനെ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിച്ച ഈ പറഞ്ഞ കണ്ണനെ നേരെ വസുദേവർ അമ്പാടിയിലെ രാജാവായിട്ടുള്ള ആരായിരുന്നു? യശോദയും നന്ദഗോപരും. ഈ ദമ്പതികൾക്ക് വളരെ കാലമായിട്ടും കുട്ടികളില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ പറഞ്ഞ കണ്ണനെ അവിടേക്ക് എത്തിക്കുന്നതും കുട്ടികളില്ലാത്ത അവർ കണ്ണനെ തൻ്റെ സ്വന്തം മകനെ പോലെ വളർത്താനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ കണ്ണൻ അമ്പാടിയിലെത്തുകയും പിന്നീട് അങ്ങോട്ട് കണ്ണന്റെ ജീവിതം അമ്പാടിയിലായിരുന്നു. കണ്ണന്റെ ജീവിതം ആ അമ്പാടിയിലെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അമ്പാടിയിലെ ഈ പറഞ്ഞ രാജകുമാരന് തുല്യമായിട്ടുള്ള രൂപത്തിൽ അദ്ദേഹം നടക്കുകയും അമ്പാടി എന്ന് പറയുന്ന തൻ്റെ നാടായിട്ട് മാറുകയും രാജ്യമായി മാറുകയും തനിക്ക് ഏറ്റവും അധികം സന്തോഷം പകരുന്ന നിമിഷങ്ങളാക്കി മാറ്റുകയും ചെയ്ത കണ്ണന്റെ കുട്ടിക്കാലം പിന്നീട് അങ്ങനെയാണ്. അപ്പോ ആ വരികളിൽ സൂചിപ്പിക്കുന്നതാണ് കൽത്തുറങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ. ആ കൽത്തുറങ്കിലകത്താണ് ആദ്യമായിട്ട് ആ ഒരു വിസ്മയം കണ്ണൻ ജനിച്ചത്. അവസാനം വരുന്നത് കാട്ടാളൻ നെയ്ത കണയാൽ കാൽത്താർ വീണ്ട ദിനം വരെ.
നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ കൃഷ്ണൻ, കണ്ണൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അവതാരമാണ്. ആ ഓരോ അവതാരത്തിനും ഓരോരോ അവതാര ലക്ഷ്യം ഉണ്ടാവും. ആ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹത്തിന്റെ സ്വർഗാരോഹണത്തിന് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ സ്വർഗാരോഹണത്തിന് ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് കുറച്ചല്പനേരം മയങ്ങാൻ വേണ്ടിയിട്ട് കണ്ണൻ കിടക്കുന്ന സമയം കണ്ണന്റെ കാൽപാദം കണ്ട് അതൊരു പക്ഷിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു വേടൻ അമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേടൻ കൊണ്ട് അല്ലെങ്കിൽ വേടൻ നെയ്ത ആ അമ്പ് കൊണ്ടാണ് കണ്ണന് സ്വർഗാരോഹണം ലഭിച്ചത് എന്നാണ് കഥാഭാഗം. അപ്പൊ ഇവിടെ പറയുന്നത് കാട്ടാള നെയ്ത കണയാൽ, കണ എന്ന് പറയുന്നത് അമ്പ്, ആരോ. അപ്പോ കാട്ടാള നെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ, ഒരു കിളിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാട്ടാള നെയ്ത അമ്പ് കൊണ്ട് ഈ പറഞ്ഞ കണ്ണന്റെ മരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വർഗാരോഹണം നടക്കുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം വിസ്മയം തീർത്ത കണ്ണനെ കുറിച്ചാണ് ഭാഗത്തിൽ പറയുന്നത്. അപ്പോ രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. കണ്ണന്റെ ജനനവും പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ സ്വർഗാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഭാഗവും. ഇനി മറ്റ് വരികളിലേക്ക് കടക്കുകയാണെങ്കിൽ, കണ്ണൻ കപട ഗോപാലൻ കൈവല്യാംബു ഘനാഘനം ചെയ്ത കാര്യം സകലവും ജഗന്മോഹനം മോഹനം. കണ്ണൻ എന്താണ്? കപടഗോപാലനാണ്. കണ്ണൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗോപാലനാണ്. ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണൻ കള്ളക്കണ്ണനാണ്. പലപ്പോഴും കള്ളക്കണ്ണനായിട്ടാ പറയുക. കണ്ണൻ ഈ പറഞ്ഞ ഈ അമ്പാടിയിലെ എല്ലാ സ്ത്രീകളുടെയും അല്ലെങ്കിൽ എല്ലാ ആളുകളുടെയും ഓമനയായിട്ടാണ് ജീവിച്ചതെന്നുണ്ടെങ്കിലും ഒരുപാട് കുസൃതികളാൽ സമ്പന്നമാണ് കണ്ണന്റെ കുട്ടിക്കാലം. ഈ പറഞ്ഞ കുട്ടിക്കാലത്ത് അമ്മ കാണാതെ മണ്ണ് വാരിത്തുന്നത് കൂട്ടുകാർ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുകയും അതിന് ഉരലിൽ കെട്ടിയിട്ട് ആ ഉരലും കൊണ്ട് നടന്ന കണ്ണൻ. അതുപോലെ തന്നെ തൻ്റെ കാലി മേയ്ക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മാട് മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഓരോരോ കുസൃതികൾ ഒപ്പിച്ചതും കാളിയന്റെ പുറത്ത് നൃത്തം വെച്ചതും ഗോവർദ്ധനഗിരി കുടയായി ചെറുവിരൽ ചൂടിയതും ഒക്കെ ഈ പറഞ്ഞ ഇതിൽ പെടുന്നതാണ്. അപ്പോ കണ്ണൻ കപട ഗോപാലൻ കൈവല്യാംബു ഘനാഘനം. അപ്പോ ഇവിടെ കണ്ണന്റെ എവിടെയാ കണ്ണന്റെ ജീവിതം ഒരുപാട് തമാശകളും അല്ലെങ്കിൽ കള്ളക്കണ്ണൻ എന്നുള്ള രൂപത്തിലേക്കൊക്കെ അവിടെ എടുത്തു കാണിക്കുകയാണ് ഈ പറഞ്ഞ എഴുത്തുകാരൻ. ഘനാഘനം അല്ലെ, ഘനം, അതായത് കൈവല്യാംബു ഘനാഘനം. കൈവല്യം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം മോക്ഷം എന്നാണ്. മോക്ഷം നമ്മളുടെ ഓരോ ജന്മത്തിന്റെയും ഓരോ ജീവിതത്തിന്റെയും അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. ആ മോക്ഷത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ എടുത്തു കാണിക്കുന്നു കൈവല്യാംബു ഘനാഘനം. കൈവല്യാംബു, അമ്പു ജലം, ഘനം മേഘം എന്നാണ്. അപ്പൊ ഇവിടെ അർത്ഥമാക്കുന്നത് ഇപ്രകാരമാണ്: ആ മോക്ഷം എന്നത് ഒരു വെള്ളമായി കൽപ്പിക്കാമെങ്കിൽ ആ വെള്ളം പെയ്യുന്ന മേഘം തന്നെയാണ് കൃഷ്ണൻ. ഒരു മോക്ഷം, നമ്മളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരു മോക്ഷം ആവശ്യമാണെങ്കിൽ ആ മോക്ഷത്തെ ഒരു വെള്ളമായിട്ട്, നമ്മളുടെ മോക്ഷം എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളമാണ്. മോക്ഷം എന്ന് പറയുന്നത് ഒരു ചെറിയ തുള്ളി വെള്ളമാണെങ്കിൽ ഇവിടെ ആ കൃഷ്ണനെ ആ വെള്ളത്തിന് പകരം മേഘമായിട്ട് പെയ്യുന്ന, അല്ലെ, ആ മേഘമാണ് അല്ലെങ്കിൽ ആ മഴയായിട്ട് പെയ്യുന്ന ആ ഒരു മേഘമായിട്ടാണ് കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കുക. കൃഷ്ണൻ എന്ന് പറയുന്നത് വെറും ഒരു തുള്ളി വെള്ളമല്ല, ആ തുള്ളി വെള്ളത്തിന് കാരണമാത്രമായിട്ട് തീരുന്ന ഘനം അല്ലെങ്കിൽ ഘനാഘനം തന്നെയാണ് എന്നാണ് ആ ഒരു ഭാഗങ്ങളിൽ പറയുന്നത്. മാത്രമല്ല ചെയ്ത കാര്യം സകലവും, അദ്ദേഹത്തിന്റെ കഥകൾ ഒന്നും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും രീതിയിൽ നമ്മളിലേക്ക് എത്തപ്പെടുമ്പോൾ അത് അത്രത്തോളം മനോഹരമായതും ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ എടുത്തു കാണിക്കുന്നത് ചെയ്ത കാര്യങ്ങളെല്ലാം, സകലം മീൻസ് എല്ലാം ജഗത് മോഹനം, ജഗത്തിന് അല്ലെ, ഭൂമിക്ക് വളരെ മോഹനമായതാണ്, മനോഹരമായതാണ്, ആരെയും മയക്കുന്നതാണ്. അപ്പോ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ കുറിച്ച്
ഈ പറഞ്ഞ ഭൂമിയിലുള്ള എല്ലാവരിലേക്കും എന്തെങ്കിലും ഒരു ആശയം നൽകുന്നതായിരിക്കും, മനോഹരമായതായിരിക്കും, മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നതായിരിക്കും എന്നാണ് എഴുത്തുകാരൻ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത വരികളിലേക്ക് നോക്കുകയാണെങ്കിൽ, പാഞ്ചാലിക്ക് ഞൊടിക്കുള്ളിൽ പട്ടുചേലകൾ നെയ്തതും സുദാമാവിന്റെ പത്നിക്ക് തുംഗസൗധങ്ങൾ തീർത്തതും. രണ്ട് കഥകളാണ് ഈ 4 വരികളിൽ ഒളിഞ്ഞു കിടക്കുന്നത്. കഥാഭാഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പുരാണ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആദ്യ ഭാഗങ്ങളിൽ നിൽക്കുന്ന രണ്ടെണ്ണമാണ്. ഒന്ന് രാമായണവും, രാമന്റെ അയനങ്ങൾ ചർച്ച ചെയ്ത രാമായണവും, മറ്റൊന്ന് കുരുക്ഷേത്ര യുദ്ധം ചർച്ച ചെയ്ത മഹാഭാരതവും. ഈ മഹാഭാരതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പഞ്ചപാണ്ഡവരുടെയും കൗരവരുടെയും ആ യുദ്ധവും അതിന്റെ അനന്തരഫലവും ഒക്കെ ചർച്ച ചെയ്യുന്ന ആ പാഠഭാഗത്തിൽ, അല്ലെങ്കിൽ പാഠഭാഗമല്ല, ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിഹാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓരോന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരിക്കും പഞ്ചപാണ്ഡവരുടെ പത്നിയായ പാഞ്ചാലി ദ്രൗപദിക്ക് ഏൽക്കേണ്ടി വന്ന അപമാനവും അതിന്റെ ഭാഗമായി നടന്ന പാഞ്ചാലി വസ്ത്രാക്ഷേപവും, അതിന് പാഞ്ചാലിയുടെ നാണം മറയ്ക്കുവാനായി, പാഞ്ചാലിയുടെ രക്ഷകനായി അവിടെ പ്രത്യക്ഷപ്പെട്ട നമ്മുടെ ശ്രീകൃഷ്ണനും. അപ്പോ പാഞ്ചാലി എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവരുടെ പത്നിയാണ്. അവർ ഈ പറഞ്ഞ കൗരവപ്പടയുടെ ചതിക്കുള്ളിൽപ്പെട്ട് എന്താണ് പറയുക, പകിടകളിയിലൊക്കെ, ചൂതാട്ടക്കളിയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അവിടെ തൻ്റെ രാജ്യവും മറ്റും അവസാനം എന്തിന് പാഞ്ചാലിയെ വരെ പണയം വെച്ച് കളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ആ ഭാഗത്ത്. ആ അവസ്ഥയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത് വിവസ്ത്രയാക്കിയിട്ട് അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ദുശാസൻ, അല്ലെ, ഈ നമ്മുടെ കൗരവപ്പടയിലുള്ള ദുശാസൻ വരികയും പാഞ്ചാലിയുടെ വസ്ത്രം, അതായത് സാരി, പാഞ്ചാലി വസ്ത്രാക്ഷേപം എന്ന് പറയുന്നത് വളരെയധികം പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നാടകങ്ങളിലൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ കൃഷ്ണന്റെ ആ ഒരു പ്രത്യക്ഷപ്പെടുന്നതും ഈ പറഞ്ഞ അത്ഭുത ഭാഗങ്ങളും വിസ്മയം തീർത്ത കൃഷ്ണനൊക്കെ ആ ഭാഗത്ത് കാണാൻ കഴിയുന്നതുകൊണ്ട് തന്നെ. അപ്പൊ പാഞ്ചാലിക്ക് ഈ പറഞ്ഞ അധിക്ഷേപം നടന്ന സമയത്ത് പാഞ്ചാലി തന്റെ വസ്ത്രങ്ങൾ അഴിച്ച് ഊരാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് ആ വേദിയിലുള്ള ആളുകൾക്ക് മുൻപിൽ പരിഹാസിയായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് കൃഷ്ണനായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാനെ വിളിക്കുകയും ഞൊടിക്കുള്ളിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പട്ടുചേലകൾ നെയ്തത്, അതായത് പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചെടുക്കുന്ന സമയത്ത് അഴിച്ചാലും തീരാത്തത്ര സാരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാഞ്ചാലി പ്രാർത്ഥിച്ചത് പ്രകാരം ശ്രീകൃഷ്ണൻ വന്ന് അനുഗ്രഹിക്കുകയും ദുശാസനൻ ഈ പറഞ്ഞ സാരി അഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ അഴിക്കുകയും ഈ സാരി തീരുന്നില്ല. കഴിയാത്തത്രത്തോളം സാരി എന്ത് ചെയ്യുന്നു, വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ പാഞ്ചാലി വസ്ത്രാക്ഷേപം എന്ന് പറയുന്ന മഹാഭാരതത്തിന്റെ ആ ഭാഗകഥയാണ് അവിടെ ഒന്ന് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കഥാഭാഗം ഇതാണ്, സുദാമാവിന്റെ പത്നിക്ക് തുംഗസൗധങ്ങൾ തീർത്തതും. സുദാമാവ് എന്ന് പറയണമെങ്കിൽ ബ്രാഹ്മണൻ, അഥവാ അവിടെ ഉദ്ദേശിക്കുന്ന സുദാമാവ് എന്ന് പറയുന്നത് കുചേലനാണ്. കുചേലൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പദമാണ് കുചേലൻ. കുചേലന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെങ്കിൽ വിപരീതമാണ് കുബേരൻ. കുബേരൻ എന്ന് പറഞ്ഞാൽ നല്ല ധാരാളം സമ്പത്തുള്ളവനാണ്. ഏറ്റവും ഏറ്റവും കുറച്ച് അല്ലെങ്കിൽ എന്താണ് പണം പോലും ഇല്ലാത്ത അത്രത്തോളം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പദമാണ് കുചേലൻ. കുചേലനും കൃഷ്ണനും ബാല്യകാല സുഹൃത്തുക്കളാണ്. സുദാമാവിന്റെ പത്നിക്ക് ഇവിടെ തുംഗസൗധങ്ങൾ തീർത്തു എന്നാണ് വരികളിൽ സൂചിപ്പിക്കുന്നത്. ആ കഥയിലേക്ക് കടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരിക്കൽ സുദാമാവിന്റെ ജീവിതം വളരെയധികം കഷ്ടത നിറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പത്നിയും വളരെയധികം കഷ്ടതയോടുകൂടിയിട്ടാണ് ജീവിക്കുന്നത്. ഒരിക്കൽ സുദാമാവിന്റെ അടുത്ത് അല്ലെങ്കിൽ കുചേലന്റെ അടുത്ത് ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ, അദ്ദേഹം ദ്വാരകയിലെ രാജാവല്ലേ, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഒന്ന് സഹായം അഭ്യർത്ഥിച്ചാൽ നമുക്ക് ജീവിച്ചു പോകാനുള്ള വഴി കിട്ടില്ലേ? പക്ഷേ എന്തോ
ഭാര്യയുടെ ആ ഒരു ഇത് കേൾക്കണമെന്നോ കേൾക്കണ്ട എന്നോ എന്തോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കുറെ ആലോചിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, പോകുന്നതൊക്കെ ശരി തന്നെ, പക്ഷെ എങ്ങനെ അദ്ദേഹത്തോട് ഞാൻ അപേക്ഷ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും? മാത്രമല്ല അദ്ദേഹത്തിന് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാനായിട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്റെ കയ്യിലാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല. ഞാൻ എന്ത് ചെയ്യും? എന്നിരുന്നാലും കഷ്ടതയുടെ അത്രത്തോളം എത്തിയത് കൊണ്ടും ദാരിദ്ര്യത്തിന്റെ കൊടിയ പീഡനത്തിലായതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും താൻ പോകണമെന്നുള്ള ധാരണയില് ഭാര്യയുടെ വാക്കുകൾ കേട്ട് അദ്ദേഹം പോകാനായിട്ട് തീരുമാനിക്കുകയും തൊട്ട് അടുത്ത വീട്ടിൽ നിന്നോ മറ്റോ കുറച്ച് അവില് കൊണ്ടുവന്ന് ആ അവിലിടിച്ച് ആ അവിൽ ഒരു കിഴിയായിട്ട് തന്റെ കൂട്ടുകാരന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നൽകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കെട്ടി തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെ യാത്ര തിരിച്ചു. യാത്രയുടെ ആരംഭത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഒരു കിഴിയുണ്ട്. വളരെ മുഷിഞ്ഞതുമായിട്ടുള്ള വസ്ത്രം ധരിച്ച് ഈ പറഞ്ഞ ഭഗവാൻ കൃഷ്ണന്റെ തികഞ്ഞ ഭക്തൻ എന്ന് സൂചിപ്പിക്കുന്ന എന്താണ് ഭസ്മവും അതുപോലെ തന്നെ രുദ്രാക്ഷമാലയും കയ്യിലെ ഒരു ഓലക്കുടയും ഒക്കെ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര. അവിടെ എത്തുമ്പോൾ തന്നെ സ്വീകരിക്കുമോ മനസ്സിലാകുമോ എന്നൊക്കെ ചിന്ത അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അവിടെ എത്തി കുറച്ച് എത്തിയപ്പോൾ തന്നെ പരിചാരകരെല്ലാവരും വന്ന് തടയുന്നുണ്ട്, ആരാണ് എന്താണ് എന്നുള്ള രൂപത്തിലൊക്കെ. ആ സമയത്ത് കൊട്ടാരത്തിന് മുകളിൽ ഇരിക്കുന്ന കൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ കാണുകയും പെട്ടെന്ന് ഓടി വന്ന് തന്റെ സുഹൃത്താണെന്ന് മനസ്സിലാക്കി പരിചാരകരും എല്ലാവരും കൂടെ ഓടി വന്ന് സ്വീകരിക്കുന്ന രംഗമൊക്കെ പല കവിതകളിലും കഥകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ തന്റെ കൂട്ടുകാരനുമൊത്ത് അല്ലെ, ഒരുപാട് വർഷത്തിന് ശേഷമാണ് തന്റെ കൂട്ടുകാരനെ കാണുന്നത്. ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു, ഒരുപാട് സംസാരിച്ചു, ഒരുപാട് അവരുടെ സങ്കടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. സങ്കടങ്ങൾ പറഞ്ഞില്ല, സോറി, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിന് സമയത്താണ് കൃഷ്ണൻ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ? നീ ഇത്രയും ദൂരം എന്നെ കാണാൻ വന്നതല്ലേ, നീ എനിക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യം കേട്ട ഉടനെ തന്റെ കയ്യിലുള്ള അവൽപ്പൊതി മുഷിഞ്ഞു നാറിയ അല്ലെങ്കിൽ ആ ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞ അവൽപ്പൊതി നൽകണോ നൽകണ്ടേ എന്നുള്ളൊരു ശങ്ക അദ്ദേഹത്തിന് ഉണ്ടായി. അദ്ദേഹം അത് മറച്ചു പിടിക്കുന്നതായിട്ട് തോന്നിയ ഉടൻ തന്നെ കണ്ണനിങ്ങനെ നോക്കിയിട്ട്, എന്താ നീ മറച്ചു പിടിക്കുന്നു എന്നുള്ള രൂപത്തിൽ അത് വാങ്ങി, അവിലാണോ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അതെടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അത് ആസ്വദിച്ച് തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുചേലന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പത്നി നൽകിയ ആ ഒരു അവൽപ്പൊതി അഴിച്ച് ഭക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആതിഥ്യ മര്യാദകളൊക്കെ സ്വീകരിച്ച് അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് ഇരിക്കുന്നു. അങ്ങനെ കുറെ കാലത്തിന് ശേഷം കൂട്ടുകാരനെ കണ്ട സന്തോഷമൊക്കെ അദ്ദേഹത്തിനുണ്ട്. തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയ സമയത്താണെങ്കിലോ, തിരിച്ചു പോയി കുറെ കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ഞാൻ അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ എന്ത് ചെയ്യും ഇനി, ഭാര്യയോട് എന്ത് പറയും? ഞാന് വന്ന കാര്യം അദ്ദേഹത്തോട് പറഞ്ഞില്ല, തന്റെ സങ്കടങ്ങളൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുന്ന കുചേലനെ പിന്നീട് കാണാം. പക്ഷേ അവിടെ എത്തിയപ്പോൾ നമ്മളെ വരികളിൽ സൂചിപ്പിച്ച പോലെ സുദാമാവിന്റെ പത്നിക്ക് തുങ്കസൗധങ്ങൾ തീർത്തു. അവിടെ താൻ എത്തിച്ചേർന്നപ്പോൾ തന്റെ ഈ പറഞ്ഞ പോലെ കുചേലന്റെ ദാരിദ്ര്യം പിടിച്ച കുടിൽ നിന്ന സ്ഥലത്ത് മനോഹരമായ കൊട്ടാരവും തനിക്ക് വേണ്ടിയിട്ട് തന്റെ ആ ഒരു എന്താ പറയാ ജീവിതം തന്നെ മാറ്റിക്കളഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമായിരുന്നു കുചേലിന് മുമ്പിൽ അവിടെ കാണാനുണ്ടായിരുന്നത്. അവിടെ ആ കഥയിൽ പറയുന്ന പ്രകാരമാണ്, ഒന്നാമത്തെ പിടി നൽകിയപ്പോൾ അതിന് വേണ്ടതും രണ്ടാമത്തെ പിടി കഴിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ട് വീണ്ടും നൽകുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ സുദാമാവിന്റെ പത്നിയുടെ അല്ലെങ്കിൽ ആ അഭ്യർത്ഥന പ്രകാരം പറയാതെ തന്നെ കണ്ടറിഞ്ഞ് കൃഷ്ണൻ സുദാമാവിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ഒരു കഥാഭാഗമാണ് ഈ വരികളിൽ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. സോ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അടുത്ത കഥാഭാഗം വരുന്നത് താനുണ്ട ചീരയിലായാൽ ദാത്തനുൾ തൃപ്തി ചേർന്നതും വിതുരന്റെ ഗൃഹത്തിങ്കൽ വിരുന്നിന് ഗമിച്ചതും. താനുണ്ട ചീരയിലായാൽ ദാത്തനുൾ തൃപ്തി ചേർത്തതും വിതുരന്റെ ഗൃഹത്തിങ്കൽ വിരുന്നിന് ഗമിച്ചതും. ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന കഥാഭാഗം എന്ന് പറയുന്നത് അക്ഷയപാത്രത്തിന്റെ കഥയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഭാഗമായിട്ട് പാണ്ഡവർക്ക് വനവാസം ഉണ്ടായിരുന്നു. ഈ വനവാസ സമയത്ത് അവരുടെ ജീവിതം
നമ്മുടെ പഞ്ചപാണ്ഡവരുടെ പത്നിയായിട്ടുള്ള പാഞ്ചാലിക്ക് ഒരിക്കൽ സൂര്യൻ ഒരു അക്ഷയപാത്രം സമ്മാനിച്ചിരുന്നു. അക്ഷയപാത്രം എന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കലും ക്ഷയിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഇല്ലാതാവാത്ത പാത്രം, ക്ഷയിക്കാത്ത പാത്രം. അപ്പോ അതിൽ എത്ര ഭക്ഷണം വേണമെങ്കിലും, എത്രത്തോളം ഭക്ഷണം വേണമെങ്കിലും എന്ത് ചെയ്യും, ലഭിക്കും. അതാണ് അക്ഷയപാത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അക്ഷയപാത്രത്തിന്. അതായത് പാഞ്ചാലി കഴിച്ചു കഴിയുന്ന, അല്ലെങ്കിൽ പാഞ്ചാലിയുടെ ആഹാരത്തോട് കൂടിയിട്ട് അക്ഷയപാത്രം എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്തായി, അതിൽ നിന്നും മറ്റൊരു വസ്തുവും അല്ലെങ്കിൽ മറ്റൊരു ഭക്ഷണ സാധനവും ലഭിക്കുകയില്ല. അങ്ങനെ ഈ പറഞ്ഞ വനവാസത്തിലാണെങ്കിൽ പോലും അതിഥി സൽക്കാരത്തിനൊക്കെ വളരെയധികം മുൻപന്തിയിൽ നിന്നിരുന്ന ഈ പറഞ്ഞ പഞ്ചപാണ്ഡവരുടെ ഇടയിലേക്ക് ഒരു തവണ ശ്രീകൃഷ്ണൻ കയറി ചെല്ലുകയുണ്ടായി. ശ്രീകൃഷ്ണൻ കയറി ചെന്ന സമയത്ത് ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോ ശ്രീകൃഷ്ണൻ കയറി ചെന്ന് പറയുന്നു, തനിക്ക് വിശക്കുന്നു, എനിക്ക് വളരെ വിശപ്പുണ്ട്, എനിക്ക് വല്ലതും തരൂ, എനിക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വല്ലതും തരണമെന്ന് പാഞ്ചാലിയോട് അപേക്ഷിച്ചു. പക്ഷെ പാഞ്ചാലിക്ക് ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു കഠിനമായിട്ടുള്ള ഒരു പ്രതിസന്ധി വന്നു. കാരണം താൻ ഭക്ഷണം കഴിച്ചു, അക്ഷയപാത്രം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യുക എന്ന് എനിക്കറിയില്ല, ബാക്കിയുള്ള ഒന്നുമില്ല. അക്ഷയപാത്രത്താണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ അക്ഷയപാത്രത്തിന്റെ പരിമിതി അനുസരിച്ച് അത് കഴുകി വെക്കുകയും ചെയ്തു. പക്ഷേ കൃഷ്ണന്റെ നിർബന്ധപ്രകാരം ഒന്ന് നോക്കാനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത്, ആ പാത്രം ഒന്ന് എടുത്തു നോക്കുന്ന സമയത്ത് കഴുകി വെച്ച ആ പാത്രത്തിൽ ഒരു ചീരയുടെ അല്ലെങ്കിൽ ഒരു ചീരയുടെ ഒരു അവശിഷ്ടം അല്ലെങ്കിൽ ഒരു ഇത്തിരി അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ആ പറ്റിപ്പിടിച്ചിരുന്ന ഈ ചീര കഷ്ണം അല്ലെങ്കിൽ ചീരയുടെ ഭാഗം കഴിച്ചതോട് കൂടിയിട്ട് തൻ്റെ എന്ത് ചെയ്തു, ആ ഒരു സംതൃപ്തമായി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കൃഷ്ണന് ആ ഒരു ചീരയുടെ അംശം തന്നെ ധാരാളമായിരുന്നു തൻ്റെ വിശപ്പ് മാറാൻ എന്നാണ് ആ ഒരു കവിതാഭാഗത്തിൽ, ആ കവിതയുടെ വരികളിൽ പറയുന്നത്. താനുണ്ട ചീരയിലായാൽ ദാത്തനുൾ തൃപ്തി ചേർത്തതും, താനുണ്ട അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ കഴിച്ച ആ ഒരു ചെറിയ ചീരയില് ദാത്തനുൾ തൃപ്തി ചേർത്തും. ദാത്തൻ എന്ന് പറയുന്ന പദം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് ദാത്തൻ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മഹർഷി എന്ന അർത്ഥമാണ്. മഹർഷി എന്ന് പറയുന്നത് ദുർവാസാവാണ്. നമുക്ക് എല്ലാ പുരാണ കഥകളിലും കാണുന്ന പോലെ ഏറ്റവും കോപിഷ്ഠനായ സന്യാസിയുടെ ഒരു പരിവേഷമാണ് ഈ പറഞ്ഞ ദുർവാസാവിനുള്ളത്. ആ ദുർവാസാവ് ഈ പറഞ്ഞ കൗരവപ്പടയുടെ നേതൃത്വം വഹിക്കുന്ന ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അവിടെ പോവുകയും ഈ പറഞ്ഞ ഈ കാര്യങ്ങൾക്കെല്ലാം, കൃഷ്ണൻ വന്നതിനും മറ്റും കാര്യങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അപ്പോ ഈ എങ്ങനെയെങ്കിലും കൃഷ്ണനെ സംതൃപ്തിപ്പെടുത്താതെ അയക്കണം എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്ന ദുർവാസാവിന് പോലും തൃപ്തി ചേർത്തതുമായിട്ടുള്ള ഒരു സംഭവമാണ് ആ 2 വരികളിൽ പറയുന്നത്. വിതുരന്റെ ഗൃഹത്തിങ്കൽ വിരുന്നിന് ഗമിച്ചതും. അത് മറ്റൊരു കാര്യം. അതായത് ശ്രീകൃഷ്ണ ഭഗവാന് ഒരു ദിവസം എന്താണ് രാജോചിതമായിട്ടുള്ള രാജോചിതമായിട്ടുള്ള സൽക്കാരം, രാജാവിന്റെ ഉചിതത്തോട് ചേർന്ന അത്രയും ബാഹുത്തരമായിട്ടുള്ള വലിയ ഒരു സൽക്കാരം തന്നെ ദുര്യോധനൻ എന്ത് ചെയ്തിരുന്നു, ദൂതിന് വന്ന കൃഷ്ണന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം എന്ത് ചെയ്തു, അത് സ്വീകരിച്ചില്ല. അദ്ദേഹം അതിന് ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ പ്രിയഭക്തനായ വിതുരന്റെ വിനീതമായിട്ടുള്ള വിരുന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ പോയി എന്നുള്ളതാണ് മറ്റൊരു കഥാഭാഗം. അതുകൊണ്ടാണ് വിതുരന്റെ ഗൃഹത്തിങ്കൽ വിരുന്നിന് ഗമിച്ചത്. ഈ പറഞ്ഞ ദുര്യോധനന്റെ രാജോചിതമായിട്ടുള്ള സൽക്കാരം ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ എളിയ ഭക്തനായ വിതുരന്റെ വിനീതമായിട്ടുള്ള ആ ഒരു ഗൃഹത്തിലേക്ക് തൻ്റെ ഭക്തനായിട്ടുള്ള വിതുരന്റെ ഗൃഹത്തിലേക്ക് അദ്ദേഹം പോയതുമാണ് ആ ഭാഗത്ത് പറയുന്നത്. അടുത്ത വരികളിലേക്ക് നോക്കുകയാണെങ്കിൽ, ആയുധം കയ്യിൽ ഏന്താതെ എടർക്കളം അണഞ്ഞതും ചമ്മട്ടി പൂണ്ടു തങ്കച്ചേർ ചങ്ങാതിക്ക് തെളിച്ചതും. അവസാന വരികളിലേക്ക് നമ്മൾ കടക്കുകയാണ്, ശ്രദ്ധിക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കുരുക്ഷേത്ര യുദ്ധമാണ് നമ്മളുടെ കഥാഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ പറഞ്ഞ ഒരു എന്താണ് പറയാ, രണ്ടുപേരുടെയും ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ആവശ്യത്തിനുള്ള നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു മോഡറേറ്ററുടെ ഒരു പരിവേഷമാണ് നമ്മളുടെ കൃഷ്ണന് ആ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സമയം
കൃഷ്ണൻ ഈ പറഞ്ഞ അർജുനനും, അതായത് അർജുനൻ അല്ല ഈ പറഞ്ഞ പാണ്ഡവപ്പടയുടെ ഇതാണെന്നുണ്ടെങ്കിൽ പോലും പാണ്ഡവപ്പടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി അർജുനൻ തന്നെയാണ്. അർജുനനും അതുപോലെ തന്നെ ദുര്യോധനൻ നിൽക്കെ അവിടെ ഒരു ഭാഗം ഉണ്ടായി, ഒരു ചോദ്യം ഉണ്ടായി. അതായത് ഒന്നുമല്ല, കുരുക്ഷേത്രം ആരംഭിക്കുന്നതിന് മുൻപ് രണ്ടുപേരും, അതായത് ഈ പറഞ്ഞ ദുര്യോധനും കൃഷ്ണനും അർജുനനും കൃഷ്ണനെ ചെന്നുകൊണ്ട് സഹായം തേടി. എനിക്ക് അങ്ങനെ രണ്ടുപേരെയും ഒരുപോലെ സഹായിക്കാനായിട്ട് പറ്റും, ഞാൻ ഒരാളല്ലേ ഉള്ളൂ എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോൾ ഒരു ഉപായം അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു. അതായത് ഒന്നെങ്കിൽ ഞാൻ ഒരു ഭാഗത്തേക്ക് നിൽക്കുകയും എൻ്റെ മുഴുവൻ സൈന്യത്തെയും അല്ലെങ്കിൽ എൻ്റെ മുഴുവൻ സൈന്യത്തെയും എന്ത് ചെയ്യാം, മറ്റൊരു ഭാഗത്തിന് നൽകുകയും ചെയ്യാം. ഒന്നെങ്കിൽ ഒരു ഭാഗത്തിൽ ഞാൻ മാത്രം നിൽക്കാം, മറ്റൊരു ഭാഗത്തിന് എൻ്റെ മുഴുവൻ സൈന്യവും നൽകാം. എന്താണ് വേണ്ടതെന്ന് ദുര്യോധനോടും അർജുനോടും ചോദിച്ചു. ആ സമയത്ത് പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, ഒരു ഭാഗത്തിന് ഞാൻ നിൽക്കാം, പക്ഷെ എന്ത് ചെയ്യില്ല, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആയുധം ഏന്തില്ല. അതായത് ഞാൻ എന്ത് ചെയ്യില്ല, ആയുധം ഉപയോഗിക്കില്ല. ഞാൻ വേണമെങ്കിൽ വരാം, പക്ഷെ ആയുധം എന്തില്ല, മറ്റൊരു പക്ഷത്തിന് മുഴുവൻ എൻ്റെ സൈന്യത്തെയും നൽകാം. ആ ഒരു സമയത്ത് ദുര്യോധനൻ സൈന്യത്തെ തിരഞ്ഞെടുക്കുകയും എന്നാൽ അർജുനൻ പറഞ്ഞു എനിക്ക് ആയുധം ഏന്തിയില്ലെങ്കിലും കൃഷ്ണൻ തന്റെ പക്ഷത്തുണ്ടായാൽ മതി എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ആയുധം കയ്യിലേന്താതെ, ആയുധം കൈകൊണ്ട് അല്ലെങ്കിൽ കയ്യിൽ പിടിക്കാതെ അടർക്കളം എന്ന് പറഞ്ഞാൽ യുദ്ധക്കളാണ്, യുദ്ധക്കളത്തിലേക്ക് കയറി ചെന്നതും ചമ്മട്ടി പൂണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആ ഒരു ചിത്രമുണ്ട് അല്ലെ, കൃഷ്ണന്റെ ആ ഒരു രഥം അല്ലെങ്കിൽ ആ ഒരു രഥം തെളിച്ചത് ആരായിരുന്നു? ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണനാണ് അർജുനന്റെ ആ ഒരു തേര് തെളിച്ച് യുദ്ധത്തിന് സജ്ജമായിട്ട് അദ്ദേഹത്തെയും കൊണ്ട് പോയത്. അപ്പോ ഈ പറഞ്ഞ യുദ്ധത്തിന്റെ സമയത്ത് ചമ്മട്ടി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഇതാണ് ഈ കുതിരലാടല്ലേ, കുതിരച്ചാട്ട എന്നൊക്കെ പറയുന്ന കുതിരയുടെ ആ ചാട്ട കൊണ്ട് തേര് തെളിച്ചതും ആ ഒരു ചങ്ങാതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടത്, ഈ പറഞ്ഞ പോലെ ഒരു സുഹൃത്തിന് തുല്യമായി കണ്ട അർജുനന്റെ തേർ തെളിച്ചതും ആയുധം കയ്യിലേന്താതെ ആ ഒരു യുദ്ധക്കളത്തിലേക്ക് പോയതുമാണ് ആ ഭാഗത്ത് പറയുന്നത്. ഇനി അവസാന വരികളിലേക്ക് കിടക്കാം. ഇവിടെ ചങ്ങാതിക്ക് തേർ തെളിച്ചതും അത്തേർത്തടത്തിൽ നിന്നും കൊണ്ടതി മഞ്ജുള രീതിയിൽ അഖിലോപനിഷത്സാരം അവനരുൾ ചെയ്തതും. ആ തേർത്തടത്തിൽ, ആ തേരിന്റെ തടത്ത് യുദ്ധം, അതായത് കുരുക്ഷേത്ര യുദ്ധം ഒരുപാട് ദിവസം നീണ്ടു നിന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിനൊടുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കൗരവപ്പടയെ തോൽപ്പിച്ചുകൊണ്ട് പാണ്ഡവപ്പട വിജയിക്കുകയുണ്ടായി. പക്ഷെ വിജയം എന്ന് പറയുന്നത് ഏതൊക്കെ രൂപത്തിലാണെന്ന് പല നിരൂപകരും ഇതായിട്ടുണ്ട്. കാരണം രണ്ടു ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു യുദ്ധം തന്നെയാണ്. പക്ഷേ ആ തേർത്തടത്തിൽ നിന്നുകൊണ്ട് വളരെയധികം ആ ഒരു ആവശ്യമുള്ള സമയത്ത് വളരെ സുന്ദരമായ രീതിയിൽ അദ്ദേഹം ഒരു ഉപദേശം നൽകി. നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന ഗീതോപദേശം അല്ലെ, കൃഷ്ണൻ നൽകിയ ആ ഒരു ഉപദേശം അവൻ അരുൾ ചെയ്തത് അവിടെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നത് നമ്മുടെ അർജുനെ ആണെങ്കിലും അർജുനൻ യുദ്ധം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് തന്നെ നമുക്ക് അറിയുന്നത് പോലെ രണ്ട് വിഭാഗമാണെങ്കിലും ഈ രണ്ട് വിഭാഗവും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ്, സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു നിമിഷം തൻ്റെ കുടുംബത്തിനോട് അല്ലെങ്കിൽ തൻ്റെ ചോരയോട് തന്നെ, രക്തബന്ധത്തിലുള്ള ആളുകളോട് തന്നെ യുദ്ധം ചെയ്യുന്നതിന് മടിച്ചു നിന്ന് അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മൾ യുദ്ധം എന്ന് പറയുന്നത് യുദ്ധകളത്തിൽ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് വിജയിക്കുകയാണ് വേണ്ടത്. ആ ഒരു യുദ്ധക്കളത്തിൽ രക്തബന്ധമോ അല്ലെങ്കിൽ ബന്ധുത്വമോ ഒന്നും നോക്കേണ്ടതില്ല എന്നുള്ള രൂപത്തിലുള്ള ആ ഒരു ഗീതോപദേശത്തിന്റെ ആ ഒരു നിഴൽ വെളിച്ചത്തിലാണ് പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ശ്രീകൃഷ്ണന്റെ ആ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് യുദ്ധം നടന്നത് എന്നും അവസാനം ആ യുദ്ധത്തിൽ വിജയിച്ചത് എന്നുമൊക്കെയാണ് കഥാഭാഗം. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ വരികള് പ്രധാനമായിട്ടും വരുന്നത്. സോ എല്ലാ ഭാഗങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ വലിയൊരു ഭാഗമായതുകൊണ്ട് തന്നെ മേ ബി പലർക്കും സംശയങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, അതൊക്കെ ആളുകൾക്ക് അനുസരിച്ചിരിക്കും. സോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം.
സാർ ഈ കഥ ഒന്നുകൂടി ചുരുക്കി കുറച്ചായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഏത് പദ്യം വായിക്കാതെ മൊത്തത്തിൽ ഒറ്റ ഇതിൽ കുറച്ച് വേർഡിലൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, തീർച്ചയായും. ഈ കവിതയിലുടനീളം ഒരുപാട് ഇത് വരുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കഥാഭാഗങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ, അതാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തത് ആ കഥാഭാഗത്തിന് വേണ്ടിയിട്ടാണ്. ആ കഥാഭാഗം എന്താണെന്നും ഓരോ വരിയുടെ ആശയം എന്താണെന്നും കഴിഞ്ഞ തവണ ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് പറയുന്ന പോലെ ഞാൻ പറഞ്ഞു പോകാം. ആദ്യ ഭാഗം കണ്ണന്റെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് എടുത്തു പറയുന്നത്. യമുനയുടെ നദിയുടെ കരയിലുള്ള ഹരിതഭംഗിയാണ് ആദ്യ ഭാഗത്ത് വർണ്ണിക്കുന്നത്. കണ്ണൻ കാലിമേച്ച് നടന്ന പ്രശസ്തമായ ആ ഒരു സ്ഥലത്തിന്റെ ഭംഗിയെയാണ് ആദ്യ 4 വരികൾ കാണുന്നത്. അടുത്ത വരികളിൽ കാണുന്നത് മാടുമേച്ച് കളിച്ചു നടക്കുന്ന കൃഷ്ണനെ കുറിച്ചും, ആ മാടുമേച്ച് കളിച്ചു നടന്നത് കൊണ്ട് തന്നെ വൃന്ദാവന ഭൂമി വളരെയധികം പ്രശസ്തി ആർജിച്ചു എന്നെല്ലാമാണ് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ആ ഒരു പദം ഇത് തന്നെയാണ്, മായാ മനുഷ്യൻ എൻ പുരാൻ. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എൻ്റെ ഭഗവാൻ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കൃഷ്ണൻ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണോ? അല്ല, മനുഷ്യനാണെന്ന് തോന്നിക്കുന്ന ഭഗവാനാണ് എന്ന് പറയുന്നു. അടുത്ത വരികളിൽ കണ്ണന്റെ ശരീരഭംഗിയെക്കുറിച്ചും പിന്നീട് തന്റെ വസ്ത്രധാരണത്തെ കുറിച്ചുമൊക്കെയാണ് പാകുന്നത്. കോടക്കാർ കൊമ്പ് കുത്തുന്ന കണ്ണന്റെ കാർമേഘത്തോട് പോലും തോൽക്കുന്ന കാർവർണ്ണനാണ് കൃഷ്ണൻ. നീല നിറമാണ് കണ്ണനുള്ളത്. ആ നിറത്തിനോടെയാണ്, അല്ലെങ്കിൽ നിറത്തെയാണ് ആ ഭാഗത്ത് എടുത്തു കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കോമളമായ ആ തിരുമേനി കാർമേഘത്തോട് പോലും തോൽക്കുന്നു എന്ന് എടുത്തു കാണിക്കുന്നു. പിന്നീട് മഞ്ഞപ്പട്ട്, അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മഞ്ഞ നിറം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചതായിട്ട് എടുത്ത് പറയുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും അദ്ദേഹം സ്ഥിരമായി ധരിക്കുന്ന മയിൽപ്പീലി, തൻ്റെ കിരീടത്തിന് മുൻപിലുള്ള ആ മയിൽപ്പീലി നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ മനോഹരമായ കവിളിൽ തട്ടിക്കൊണ്ട് രത്നം പതിച്ച കാതിലെ ആഭരണങ്ങൾ എന്ത് ചെയ്യുന്നു, ആടിക്കളിക്കുന്നു എന്നെല്ലാം അടുത്ത വരികൾ കാണുന്നു. പിന്നീട് കുഞ്ഞിളങ്കാറ്റിൽ അങ്ങിങ്ങ്, ആ ഭാഗത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാറ്റടിക്കുന്ന സമയത്ത് തൻ്റെ ചെറിയ കൂന്തൽ, അതായത് ചെറിയ തലമുടി പാറിപ്പറക്കുന്നതായിട്ടും, അതുപോലെ തൻ്റെ ശരീരത്തിൽ തൻ്റെ നെറ്റിയിൽ അണിഞ്ഞ ഗോപിക്കുറി വിയർപ്പ് കൊണ്ട് മാഞ്ഞതായും കാണിക്കുന്നു. പിന്നീട് പറയുന്നത് അദ്ദേഹത്തിന്റെ മനോഹരമായ കണ്ണുകളെ കുറിച്ചാണ്. താമരക്കണ്ണൻ എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഇവിടെ 6ന്റെ തിരയിളക്കം പോലെയുള്ള ചലനം കൊണ്ടാണ് എഴുത്തുകാരൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല മുഖം വളരെ മനോഹരമായിട്ടുള്ള ചന്ദ്രന്റെ വെളിച്ചത്തോടും ഭംഗിയോടും സങ്കല്പിക്കുകയാണ് ഉള്ളൂർ. അതുപോലെ തന്നെ അവസാന പേജ് നമ്പർ 125 അവസാന വരികളിൽ പറയുന്നത് ഓടക്കുഴൽ കൊണ്ട് അദ്ദേഹം തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വായിക്കുന്നതും, ആ ഊതിക്കൊണ്ടിരിക്കുന്ന സമയം ആ മനോഹരമായ ഗാനത്തിനൊപ്പം നൃത്തം വെക്കുന്നതുമാണ് പറയുന്നത്. ഇനി 126 ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിന്റെ മറ്റൊരു രൂപമാണ് നമ്മളുടെ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവിന്റെ മറ്റൊരു അവതാരം തന്നെയാണ്, അല്ലെങ്കിൽ മറ്റൊരു അവതാരമായ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ വാത്സല്യത്തിന് പാത്രമായവനാണ് എന്നെടുത്ത് കാണിക്കുന്നു. അതുപോലെ പ്രധാനമായിട്ടും ഈ ഭാരതഭൂമിയിൽ തന്നെ ശ്രീകൃഷ്ണൻ വന്ന് പിറന്നതിൽ തനിക്ക് അത്ഭുതമാണെന്ന് കവി കാണിക്കുന്ന ഒരു വരിയും അവിടെ നൽകുന്നു. പിന്നീട് അങ്ങോട്ട് ചില കഥകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. കൽത്തുറങ്കിനകത്തമ്മ, അതായത് കൽത്തുറങ്കിനകത്ത് ശ്രീകൃഷ്ണൻ ജനിച്ച ആ ദിവസത്തെ കുറിച്ചുള്ള കഥ. 2 കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ, അതായത് അവസാന നിമിഷം സ്വർഗാരോഹണത്തിന് തയ്യാറായി നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ കാല് കണ്ട് ഒരു കിളിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അമ്പെയ്യുന്ന ഒരു വേടന്റെ ഭാഗമുണ്ട് ആ കഥ. അതിനുശേഷം കണ്ണൻ ഒരു കപടഗോപാലനാണെന്നും, അങ്ങനെയെങ്കിൽ നമ്മളുടെ മോക്ഷസുഖമാണ് എല്ലാവർക്കും ആവശ്യമെങ്കിൽ, ഒരു തുള്ളി ജലമാണ് മോക്ഷമെങ്കിൽ ഈ ജലം പെയ്യുന്ന മേഘമാണ് നമ്മളുടെ കൃഷ്ണനെന്നും അതൊരു അത്ഭുതം തന്നെയാണെന്നും എടുത്തു കാണിക്കുന്നു. മാത്രമല്ല ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഈ ഭൂമിക്ക് വളരെയധികം മയക്കുന്നതും മോഹനവുമായിട്ടുള്ളതാണെന്ന് എടുത്തു കാണിക്കുന്നു. പിന്നീട് മറ്റു കഥകളിലേക്ക് കടക്കുന്നു. പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഞൊടിക്കുള്ളിൽ പട്ടുചേലകൾ തീർത്താലും തീരാത്തത്ര നെയ്തു കൊടുത്ത കൃഷ്ണനെ കുറിച്ചും,
കുചേലൻ സുദാമാവിന്റെ, അതായത് കുചേലനായിട്ടുള്ള കുചേലൻ എന്ന പേരുള്ള സുദാമാവിന്റെ പത്നിക്ക് അവരുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹപ്രകാരം അത് പറയാതെ തന്നെ തുംഗസൗധങ്ങൾ, മനോഹരമായ കൊട്ടാരങ്ങൾ തീർത്തു കൊടുത്തതും അവിടെ എടുത്തു കാണിക്കുന്നു. അക്ഷയപാത്രത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് അടുത്ത വരി ആരംഭിക്കുന്നത്. പണ്ട് സൂര്യഭഗവാൻ പാഞ്ചാലിക്ക് കൊടുത്ത ആ ഒരു അക്ഷയപാത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന ഒരു ചീരയുടെ ഒരു അംശം കൊണ്ട് തന്നെ തൻ്റെ തൃപ്തി അല്ലെങ്കിൽ തൻ്റെ വയറ് നിറഞ്ഞതായിട്ട് എടുത്തു കാണിക്കുന്ന കൃഷ്ണന്റെ ഒരു ഭാഗം. അതുപോലെ തന്നെ തൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഭക്തനായ വിതുരന്റെ വീട്ടിൽ എന്തിന് ദുര്യോധനൻ നൽകിയ രാജകീയമായിട്ടുള്ള ഒരു വിരുന്നു പോലും ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ സാധാരണ ഒരു ഭക്തന്റെ ഗൃഹത്തിൽ വന്ന് വിരുന്ന് കൈക്കൊണ്ട കൃഷ്ണൻ. പിന്നീട് അവസാന ഭാഗത്ത് കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സമയത്ത് ആയുധം കയ്യിലേന്താതെ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ പറഞ്ഞ ഒരു ശ്രീകൃഷ്ണൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ശ്രീകൃഷ്ണൻ തന്നെ ഒപ്പം വേണമെന്നുള്ള അർജുനന്റെ വാശിയിൽ പ്രകാരം ഈ പറഞ്ഞ യുദ്ധക്കളത്തിലേക്ക് തേർ തെളിക്കാൻ വേണ്ടിയിട്ട് ചങ്ങാതിക്ക് ഒരു തേരാളിയായിട്ട് വന്നതും ആ തേർത്തടത്തിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ ചങ്ങാതിക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ഗീതോപദേശം നൽകി അവസാനം ആ ഒരു യുദ്ധം തൻ്റെ ചങ്ങാതിക്ക് വിജയത്തിലേക്ക് എത്തിച്ചു കൊടുത്തതുമാണ് കവിതയുടെ അവസാന ഭാഗം. ഇതാണ് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ കവിത മൊത്തത്തിൽ ഉള്ളത്. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംശയത്തിൽ കിടക്കാം, അല്ലാത്ത പക്ഷം നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെയാണ് സർ. താങ്ക് യു. മറ്റ് ആളുകൾ? ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, എനിവേ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലാത്ത പക്ഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതേപോലെ മറ്റൊരു കവിതയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഇതേപോലെ തന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.